റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഓണം സ്പെഷ്യൽ അരി വേവിക്കുമ്പോൾ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടും. കാരണം വിതരണം ചെയ്യുന്ന ഈ പ്രത്യേക അരി പെട്ടെന്ന് വെന്തുപോകുന്ന സ്വഭാവമുള്ളതാണ്. വിലക്കയറ്റത്തിൽ വലയുന്ന സാധാരണക്കാരുടെ കൈകളിലേക്ക് അധിക വിഹിതമായാണ് ഈ പ്രത്യേക അരി എത്തുന്നത്. പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയാകും. ഓണത്തിന് റേഷനരി വെച്ചാണോ സദ്യ ഉണ്ടാക്കുന്നത് എങ്കിൽ എട്ടിന്റെ പണി കിട്ടും. അതെ, ചോറ് വെച്ചാൽ പായസമാകും. ഓണത്തിന് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന സ്പെഷ്യൽ അരിയുണ്ടല്ലോ, അത് കുറച്ച് പണിയാണ്. സൂക്ഷിച്ചു വേവിച്ചില്ലെങ്കിൽ പായസമോ കഞ്ഞിയോ ആക്കി കുടിക്കാമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അതെ, അരി വേഗം വെന്തുപോകുന്നുവെന്നാണ് പ്രശ്നം. ഇക്കാര്യം പ്രത്യേകം മനസ്സിലാക്കി വേണം റേഷൻ അരി വാങ്ങാന്. അതിനാൽ വ്യാപാരികളും വാക്കാൽ ഇക്കാര്യം പറയുന്നുണ്ട്. അതായത് റേഷൻ കടകളിലൂടെ വിൽക്കുന്ന ഓണം സ്പെഷ്യൽ അരി പെട്ടെന്ന് വെന്തുപോകുന്നതിനാൽ കുക്കറിലൊന്നും വിട്ട് വേവിക്കരുതെന്നും പറയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അധികൃതർ തന്നെ പറയുന്നുണ്ട്. ഇക്കാര്യം ഉപഭോക്താക്കളെ അറിയിക്കണമെന്ന് റേഷൻ കട ഉടമകൾക്ക് വാക്കാൽ ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിലുള്ള റേഷൻ ഭക്ഷ്യധാന്യത്തിന് പുറമെ നീല, വെള്ള പൊതുവിഭാഗം സ്ഥാപനം കാർഡുകൾക്കാണ് അധിക വിഹിതമായി പരമാവധി 10 കിലോ അരി നൽകുന്നത്. കിലോയ്ക്കാകട്ടെ 26 രൂപ നിരക്കിലാണ് അരി ലഭിക്കുക. ഇതിനു പുറമെ പിങ്ക് കാർഡിന് 10 രൂപ നിരക്കിൽ 3 കിലോ അരിയും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു കാര്യം. ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന അരികൾക്കാണ് ഈ പ്രത്യേക നിർദ്ദേശം അടങ്ങിയിട്ടുള്ളത്. കാരണം ഓണക്കാലത്ത് ഓണം സ്പെഷ്യലായി വിൽക്കുന്നത് OMSSR സ്കീമിൽ വാങ്ങിയ ഒറ്റപ്പുഴുക്ക് അരിയാണെന്നതാണ് കാര്യം. സാധാരണയായി റേഷൻ കടകളിൽ സമ്പുഷ്ടീകരിച്ച അരിയാണ് നിലവിൽ വിതരണം ചെയ്യാറുള്ളത്. എന്നാൽ ഓണം സ്പെഷ്യലായി നൽകുന്ന ഈ അരി സമ്പുഷ്ടീകരിച്ചതല്ലെന്ന പ്രത്യേകതയുണ്ട്. ഇത് വേവിക്കുമ്പോൾ സാധാരണ അരിയേക്കാൾ വേഗത്തിൽ കുഴഞ്ഞുപോകാൻ സാധ്യതയുണ്ട്. അരി വേവുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകാതിരിക്കാൻ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അതായത് അരി തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ പരസ്പരം ഒട്ടിപ്പോകുമെന്ന് തന്നെയാണ് മറ്റൊരു കാര്യം. അരി വെന്തു തുടങ്ങിയാൽ തന്നെ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നു. ഓണക്കാലത്ത് ഓരോ കാർഡിനുള്ള സാധാരണ റേഷൻ അരി വിഹിതം ഇത്തവണ കുറച്ചിട്ടില്ല, വില കൂട്ടിയിട്ടുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഓഫർ വിഹിതം അരി ലഭ്യതയിൽ 2026 ജനുവരി മുതൽ 6459 മെട്രിക് ടണ്ണിലധികം കുറവുണ്ടായിട്ടുണ്ട്. 33,294 മെട്രിക് ടൺ അരി ലഭിച്ചിരുന്നതിന് പകരം ഇപ്പോൾ 26,835 മെട്രിക് ടൺ അരിയും 6,459 മെട്രിക് ടൺ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കേന്ദ്രം ഈ മാറ്റം കൊണ്ടുവന്നത്. ടൈഡ് ഓവർ വിഹിതത്തിൽ നിന്നാണ് ഉത്സവകാലങ്ങളിൽ സ്പെഷ്യൽ അരി നൽകുന്നത്. എന്നാൽ 2025 ഡിസംബറിൽ കഴിഞ്ഞ സർക്കാർ അരിവിഹിതത്തിൽ കുറവ് വരുത്തി പകരം അത്രയും ഗോതമ്പ് വാങ്ങിയതിനാലാണ് സ്പെഷ്യൽ അരി കൊടുക്കുന്നതിൽ പരിമിതി ഉണ്ടായത്. മാത്രമല്ല, ഓണം വിഹിതം ഇപ്പോൾ ഇങ്ങനെയാണ്. മഞ്ഞക്കാർഡുകാർക്ക് 30 കിലോ അരിയും 5 കിലോ വരെ ഗോതമ്പും ലഭിക്കും. ഇനി ഗോതമ്പിന് പകരം 3 കിലോ വരെ ആട്ട കിലോയ്ക്ക് 7 രൂപ നിരക്കിലും നൽകുന്നുണ്ട്. കൂടാതെ സൗജന്യ ഓണക്കിറ്റും. പിങ്ക് കാർഡിനാകട്ടെ 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ്. ഇനി ഗോതമ്പ് വേണ്ടെങ്കിൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 9 രൂപ നിരക്കിലും പിങ്ക് കാർഡുകാർക്ക് ലഭിക്കും. നീലക്കാർഡിനാകട്ടെ ആളിലൊന്ന് 4 രൂപ നിരക്കിൽ 2 കിലോ അരിയും 17 രൂപ നിരക്കിൽ 4 കിലോ വരെ ആട്ടയും ലഭിക്കും. സ്പെഷ്യൽ വിഹിതമായി ഒരു കുടുംബത്തിന് 3 കിലോ അരി 10 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8 രൂപ നിരക്കിലും ലഭിക്കും. എന്തായാലും ഓണം അരി സ്പെഷ്യൽ വാങ്ങി വേവിക്കുമ്പോൾ വെന്തുപോകാതെ സൂക്ഷിക്കുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.